ഹലോ ഫ്രണ്ട്സ്, ഒരുപാട് പേര് ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു CUET UG എൻട്രൻസിന്റെ ആപ്ലിക്കേഷനെ കുറിച്ചാണ്. എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്നത്? ഇതെല്ലാം ഇപ്പൊ ഈ സ്ക്രീനിൽ കാണുന്നത് നമ്മുടെ CUET രജിസ്ട്രേഷന്റെ ഹോം പേജ് ആണ്. CUETUG.NTA ഓൺലൈൻ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് NTA ഓൺലൈൻ.in. അവിടെ പോയിട്ട് നിങ്ങൾ ഇതുവരെ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ന്യൂ കാൻഡിഡേറ്റ് രജിസ്റ്റർ ഹിയർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. സോ ന്യൂ കാൻഡിഡേറ്റ് രജിസ്റ്റർ ഹിയർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു ബേസിക് ഇൻഫർമേഷൻ വായിക്കാൻ പറ്റും. ഇതിൽ ജനറൽ കാൻഡിഡേറ്റ് സ്റ്റുഡൻസിനാണെങ്കിൽ ഫസ്റ്റ് 3 സബ്ജക്ട്സിന് 1000 രൂപയാണ്. അതായത് 1000 രൂപയ്ക്ക് ഫസ്റ്റ് 3 സബ്ജക്ട്സും പിന്നെയുള്ള ഓരോ സബ്ജക്റ്റിനും 400 വെച്ച് കൊടുക്കണം. OBC അല്ലെങ്കിൽ EWS കാൻഡിഡേറ്റ്സിന് പെർ പേപ്പർ 900, ആദ്യത്തെ 3 പേപ്പറിന് 900, പിന്നെയുള്ള ഓരോ പേപ്പറിന് 375 രൂപയുമാണ്. അതേപോലെ SC ST PWD ആൻഡ് തേർഡ് ജെൻഡർ കാൻഡിഡേറ്റ്സിന് 800 rupees ഫോർ ദി ഫസ്റ്റ് 3 പേപ്പേഴ്സ് ആൻഡ് 350 ഈച്ച്. ആൻഡ് സെന്റേഴ്സ് ഔട്ട്സൈഡ് ഇന്ത്യ 4500 ആണ് ഫസ്റ്റ് 3 പേപ്പേഴ്സ് ആൻഡ് ദെൻ ഓരോ പേപ്പറിന് 1800 rupees ആണ് ചാർജ് ചെയ്യുന്നത്. സോ ഇതൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കുക. എപ്പോഴും നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഇൻസ്ട്രക്ഷൻസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കുക. ആൻഡ് മുന്നോട്ട് പോകുന്നതിന് മുന്നേ തന്നെ എനിക്ക് പറയാനുള്ള കുറച്ച് സജഷൻസ് എന്ന് പറഞ്ഞാൽ, വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ആധാർ ഡീറ്റെയിൽസ് പോലെയുള്ള കാര്യങ്ങളും, പിന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന കോഴ്സുകൾ, പിന്നെ നിങ്ങളുടെ കാറ്റഗറി, ഇതിലൊക്കെ ഒരുപാട് ഞാനിപ്പോൾ ഓൾറെഡി കാറ്റിന്റെ നമ്മുടെ MBA എൻട്രൻസിന്റെ കുറെ സ്റ്റുഡൻസുമായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എല്ലാം കഴിഞ്ഞ് നിങ്ങൾ വളരെയധികം ഇതിന് വേണ്ടി എഫർട്ട് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് തിരിച്ചറിയുക. ആ സമയത്ത് നമുക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ആൻഡ് ഇതിൽ നിങ്ങൾ വേറെ കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കി വെക്കേണ്ടത്, ഈ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ ഒരു ഫോട്ടോഗ്രാഫ്, അത് ഐ വുഡ് റെക്കമെൻഡ് ഒരു കളർ ഫോട്ടോഗ്രാഫ് തന്നെ 10 മുതൽ 200 KB വരെ സൈസ് ഉള്ള ഒരു ഫോട്ടോ റെഡിയാക്കി വെക്കുക. ആൻഡ് നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ, അതിന്റെ ഒരു ഡിജിറ്റൽ കോപ്പി, അതായത് ഏതെങ്കിലും ഒരു പ്രിന്റിംഗ് ഷോപ്പിൽ പോയാൽ സ്കാൻ ചെയ്ത് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഫോട്ടോ ക്ലിയർ ആയിട്ട് എടുത്തിട്ട് അത് കംപ്രസ് ചെയ്ത് ഓൺലൈൻ ഏതെങ്കിലും ഒരു ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ പല കംപ്രഷൻ ടൂൾസ് കിട്ടും. അത് വെച്ചിട്ട് ഒരു 4 to 30 KB ഒരു സിഗ്നേച്ചറും റെഡിയാക്കി വെക്കുക. ആൻഡ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ളതെല്ലാം ഒരു 50 to 300 KB റെഡിയാക്കി വെക്കുക. സോ ഇതാണ് നമ്മുടെ പ്രീ റിക്വസിറ്റ്സ്. പിന്നെ ഇതിന്റെ പേയ്മെന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 6 പേപ്പറാണ് നമുക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുക. സോ പേപ്പറുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പറയുന്നതാണ്. സോ ഞാൻ അതിൽ ക്ലിക്ക് ടു പ്രൊസീഡ്, അതായത് ഐ ഹാവ് ഇത് എല്ലാം ഞാൻ ക്ലിയർ ആയിട്ട് വായിച്ചു എന്നുള്ളത് രേഖപ്പെടുത്തിയതിനു ശേഷം ഐ എം ക്ലിക്കിംഗ് ടു പ്രൊസീഡ്. ഇതിനകത്തുള്ള ഓപ്ഷൻസ്, ഒരു ആധാർ നമ്പർ ഉണ്ട് എന്നുള്ളത് ആദ്യത്തത്. രണ്ടാമത്തത് ഡിജി ലോക്കർ അക്കൗണ്ട് ഉണ്ടെന്നുള്ളതാണ്. സോ നിങ്ങൾ ഡിജി ലോക്കർ ഉണ്ടോന്ന് ഡിജി ലോക്കറിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങളൊന്ന് നിങ്ങളുടെ ഫോൺ നമ്പർ OTP അടിച്ച് അല്ലെങ്കിൽ ആധാർ നമ്പർ അടിച്ച് സൈൻ ചെയ്ത് നോക്കുക. എനിക്ക് ഡിജി ലോക്കർ അക്കൗണ്ട് ഉണ്ട്, അതുകൊണ്ട് ഞാൻ അത് വെച്ച് പോകണം. ബാക്കിയുള്ള ഓപ്ഷൻ ഡിജി ലോക്കർ ഇല്ല, പക്ഷേ ഡിജി ലോക്കർ ഉണ്ടാക്കി മുന്നോട്ട് പോകാനാണ്. പിന്നെയുള്ള ഓപ്ഷൻസ്, പാൻ കാർഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. നോൺ ഇന്ത്യൻ ആണെന്നുണ്ടെങ്കിൽ വേറെ പാസ്പോർട്ട് വെച്ചിട്ട് അത് നമ്മളിപ്പോൾ ബാധിക്കുന്ന കാര്യമല്ല. ആൻഡ് അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. സോ ഇതിൽ മെയിനായിട്ട് നിങ്ങൾ ഈ ആധാർ അല്ലെങ്കിൽ ഡിജി ലോക്കർ വെച്ചിട്ട് മുന്നോട്ട് പോയാൽ മതി. എനിക്ക് ഡിജി ലോക്കർ അക്കൗണ്ട് ഉണ്ട്, സോ ഞാൻ അത് വെച്ചിട്ട് മുന്നോട്ട് നീങ്ങുകയാണ്. എന്റെ മൊബൈൽ നമ്പർ ഇതിനകത്ത് ചോദിക്കുന്നുണ്ട്. സോ മൊബൈൽ നമ്പർ ഞാൻ കൊടുക്കുകയാണ്. ആൻഡ് ഒരു OTP വരുന്നുണ്ടാവും. സോ സെക്യൂരിറ്റി പിൻ ഞാൻ എൻ്റർ ചെയ്യുന്നത്. ഇത് നമ്മുടെ ഡിജി ലോക്കർ സെക്യൂരിറ്റി പിൻ ആണ്. നിങ്ങൾ പോയി ഒന്ന് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് OTP അല്ല, ഡിജി ലോക്കർ സെക്യൂരിറ്റി പിൻ ആണ്. അതില്ലെന്നുണ്ടെങ്കിൽ ഫോർഗോട്ട് സെക്യൂരിറ്റി പിൻ കൊടുത്ത് റീസെറ്റ് ചെയ്യാം. ആൻഡ് അതിനുശേഷം OTP വരുന്നതായിരിക്കും. അങ്ങനെ OTP വന്നു, സൈൻ ചെയ്ത് നോക്കുകയാണ്. നമ്മളുടെ ഇഷ്യൂഡ് ഡോക്യുമെന്റിൽ ആധാർ ഉണ്ട്, പാൻ വെരിഫിക്കേഷൻ, നമുക്ക് ഇവിടെ ആധാർ കൊടുത്താൽ മതി. വേണമെങ്കിൽ നമുക്ക് പാനും കൊടുക്കാം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ബാക്കി ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണ്. മുന്നോട്ട് പോവാം. സോ ഇവിടെ എൻ്റെ പേര്, എൻ്റെ ഫാദേഴ്സ് നെയിം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ, ഫാദേഴ്സ് നെയിം കൊടുക്കുക, മദേഴ്സ് നെയിം കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത്, ബാക്കിയുള്ള നാഷണാലിറ്റി, ഐഡന്റിറ്റി ടൈപ്പ്, എനി അതർ വാലിഡ് ഗവൺമെന്റ് ഐഡന്റിറ്റി വിത്ത് ഫോട്ടോഗ്രാഫ് ആണ് ഞാനിവിടെ ആധാറിന് കൊടുക്കാൻ പോകുന്നത്. ഞാനിവിടെ എൻ്റെ ആധാർ നമ്പർ കൊടുക്കുന്നുണ്ട്. ഇവിടെ എൻ്റെ അഡ്രസ്സ് കൊടുക്കാം. കൺട്രി, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, കോഴിക്കോടില്ലേ? അതെ, കോഴിക്കോട്. ഇതെല്ലാം ഞാൻ സ്കിപ്പ് ചെയ്ത് വിടുകയാണ്. ഇതെല്ലാം നിങ്ങൾ പെട്ടെന്ന് ഫില്ല് ചെയ്ത് പോയാൽ മതി. സെയിം ആസ് പ്രസന്റ് അഡ്രസ്. ഒരു പാസ്വേഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ഫോർ സ്കൂൾ, ക്യാപ്ച എൻട്രി ചെയ്യാവുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വെരിഫൈ ചെയ്യുക. ഈ കാര്യങ്ങളെല്ലാം വെരിഫൈ ചെയ്തിട്ട് മാത്രം ടിക്ക് ഇടുക. കാരണം ഇത് ഒന്നുകൂടെ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമാണ്. സോ ഇത് ചില ആൾക്കാർ വളരെ പെട്ടെന്ന് അടിച്ചുവിടാൻ സാധ്യതയുണ്ട്. ഞാനിവിടെ ഡമ്മി ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഇതെല്ലാം വെറുതെ അടിച്ചുവിടുന്നത്. ഇല്ലെങ്കിൽ ഇതെല്ലാം നോക്കി കംപ്ലീറ്റ് വെരിഫൈ ചെയ്തിട്ട് ഉറപ്പാണെങ്കിൽ മാത്രം സബ്മിറ്റ് ആൻഡ് സെൻഡ് OTP കൊടുക്കുക. ആൻഡ് യു വിൽ ഗെറ്റ് എ ഫൈനൽ OTP. സോ അങ്ങനെ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ നമ്പർ നമ്മുടെ മെയിൽ കിട്ടുന്നുണ്ടാവും. ഇനി അങ്ങോട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പർ വെച്ചിട്ടായിരിക്കണം നിങ്ങൾ ലോഗ് ചെയ്യേണ്ടത്. സോ ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ എൻ്റർ ചെയ്യാണ്. സോ അങ്ങനെ നമ്മൾ സൈൻ ഇൻ ചെയ്തിരിക്കുന്നു. ഇനി നമ്മുടെ അടുത്ത മെയിൻ പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാന്നുള്ളത്. ഈ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ അതിനകത്ത് ഫസ്റ്റ് ഉള്ളത് കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ്. നമ്മൾ ഓൾറെഡി കൊടുത്ത സാധനങ്ങളെല്ലാം ഉറപ്പ് വരുത്തുക. എന്നിട്ട് അത് ഓക്കെ ആണെങ്കിൽ എഗ്രി ചെയ്ത് നെക്സ്റ്റിലോട്ട് പോവുക. പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മൾ കുറെ കൊടുത്തിട്ടുണ്ടാവും, അല്ലാതെ കൊടുക്കാത്ത മാൻഡേറ്ററി കാര്യങ്ങൾ എന്തായാലും കൊടുക്കുക.
ആൻഡ് ഓൾസോ നിങ്ങളുടെ കാറ്റഗറി നിങ്ങൾ SC കാറ്റഗറി, ST കാറ്റഗറി, OBC, ജനറൽ അതൊക്കെ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. ഇല്ലെങ്കിൽ ഞാനിവിടെ ഇപ്പം ST കാറ്റഗറി എന്നുള്ളത് കൊടുക്കുകയാണ്. ആൻഡ് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുക. PWD കാൻഡിഡേറ്റ് എന്തെങ്കിലും കൊടുക്കുക. RE ട്വിൻ ആൻഡ് ബോത്ത് അപ്ലൈ എല്ലാ ക്വസ്റ്റ്യൻസും വായിച്ച് കൊടുക്കുക. മീഡിയം ഇംഗ്ലീഷ് ആയിരിക്കും ഫോർ മോസ്റ്റ് ഓഫ് യു. മോഡ് ഓഫ് പ്രിപ്പറേഷൻ സെൽഫ് സ്റ്റഡി കൊടുത്താൽ മതി, അതൊന്നും മാറ്റർ ചെയ്യുന്നുണ്ടാവില്ല. ആനുവൽ ഇൻകം കറക്റ്റായിട്ട് കൊടുക്കുക, ഒഫീഷ്യൽ റെക്കോർഡ്സിലുള്ളത് തന്നെ കൊടുക്കുക. ആൻഡ് ദെൻ കണ്ടിന്യൂ. നൗ മൂവിംഗ് ഓൺ ടു കോട്ട കാറ്റഗറി. ഡെഫിനറ്റ്ലി ഇത് വളരെ കറക്റ്റായിട്ട് കൊടുക്കണം. നിങ്ങൾക്ക് ഒരുപാട് സ്കോളർഷിപ്പുകളും കാറ്റഗറി ബേസ്ഡ് സീറ്റ്സും കാര്യങ്ങളൊക്കെ അവൈൽ ചെയ്യണമെങ്കിൽ ഇതെല്ലാം വളരെ കറക്റ്റായിട്ട് കൊടുക്കണം. എന്തെങ്കിലും മാറ്റി കൊടുത്താൽ പിന്നെ നിങ്ങൾക്കത് മാറ്റാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ ഇപ്പോൾ ഞാനൊരു ഡമ്മി ഇടുന്നത് കൊണ്ട് മാത്രം ഇവിടെ എല്ലാം ഞാൻ എന്തെങ്കിലും കൊടുക്കുകയാണ്. ആൻഡ് വി ക്യാൻ ഇനി 10th ഓർ ഇക്വലന്റ് എക്സാമിൽ നിങ്ങളുടെ റിസൾട്ട് സ്റ്റാറ്റസ് 10th നിങ്ങൾ എല്ലാം തന്നെ പാസ്സായിട്ടുണ്ടാവും. കാരണം ഇപ്പോൾ എൻ്റെ കേസിലാണെങ്കിൽ ഞാനിപ്പോൾ ഡമ്മി ഇടാം, ഒരു 2019 10th പാസ്സാണ്. ഇതെല്ലാം ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് കൊടുക്കുക. ക്വാളിഫയിങ് എക്സാമിനേഷൻ ഇന്ത്യ ആയിരിക്കും ഫോർ മോസ്റ്റ് ഓഫ് യു. സ്റ്റേറ്റ് ക്വാളിഫയിങ് എക്സാം ഡിസ്ട്രിക്ട് കറക്റ്റ് കൊടുക്കുക. ബോർഡ് CBSE ആണെങ്കിൽ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ, കേരള ബോർഡിൻ്റെ ആണെങ്കിൽ കേരള ബോർഡ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഉണ്ട്. സ്കൂളിൻ്റെ പേര് നിങ്ങൾക്ക് കൊടുക്കാം, സ്കൂൾ പിൻകോഡ്, പിന്നെ റോൾ നമ്പർ, നിങ്ങളുടെ യൂണിവേഴ്സിറ്റി റോൾ നമ്പർ നിങ്ങൾക്ക് കൊടുക്കാം. റിസൾട്ട് മോഡ്, പെർസെൻറ്റേജ്, CGPA ഇത് കറക്റ്റായിട്ട് കൊടുക്കുക. CGPAയിലായിരിക്കും CBSEയിലുള്ളവർക്ക് മോസ്റ്റ്ലി ഉണ്ടാവുക. അത് അതുപോലെ തന്നെ നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. കൺവേർഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലുള്ളത് ഏതാണോ അത് അതുപോലെ തന്നെ കൊടുക്കുക. ഇനി അതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷാഭവനോ മറ്റോ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് കറക്റ്റ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ CGPA ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സിമിലർലി 12th റിസൾട്ട് സ്റ്റാറ്റസ് ഫോർ എ ലോട്ട് ഓഫ് യു വിൽ ബി അപ്പിയറിംഗ്. ഈ വർഷം നിങ്ങൾ അപ്പിയറിംഗ് റിസൾട്ട് വന്നിട്ടുണ്ടാവില്ല. ഫോർ എ ലോട്ട് ഓഫ് യു വിൽ ബി ഫോർ റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പാസ് ആയിരിക്കും. അപ്പിയറിംഗ് ആണെങ്കിൽ അപ്പിയറിംഗ് കൊടുത്തിട്ട് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ ഫിൽ ചെയ്യുക. ക്വാളിഫയിങ് എക്സാമിനേഷൻ കൺട്രി ചോദിക്കുന്നുണ്ട്, സ്റ്റേറ്റ് ചോദിക്കുന്നുണ്ട്, ഡിസ്ട്രിക്ട് ചോദിക്കുന്നുണ്ട്, ബോർഡ് ചോദിക്കുന്നുണ്ട്, സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ഫോർ CBSE. നിങ്ങൾ അപ്പിയറിംഗ് കൊടുത്തതുകൊണ്ട് തന്നെ നിങ്ങളടുത്ത് ഇപ്പോൾ തന്നെ അവരുടെ നിങ്ങളുടെ മാർക്ക് കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. ആൻഡ് ക്വാളിഫിക്കേഷൻസ് കൊടുത്താൽ ഇനി നമ്മൾ പോകുന്നത് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ടിലോട്ടാണ്. ഇതിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് വളരെ ക്ലിയർ ആയിട്ട് പറയാനുള്ളത്, ഇത് നിങ്ങൾ തെറ്റിക്കുകയാണെങ്കിൽ നോ മാറ്റർ വാട്ട് നിങ്ങൾക്ക് വിചാരിച്ച കോഴ്സുകളൊന്നും കിട്ടുന്നുണ്ടാവില്ല. സോ ഇതിൽ ഇന്ത്യയിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു മൊത്തം ലിസ്റ്റ് ഉണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി ഉണ്ട്, യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്, അലഹബാദ്, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി, ഇങ്ങനെയുള്ള എല്ലാ കംപ്ലീറ്റ് യൂണിവേഴ്സിറ്റികളുടെയും ഒരു ലിസ്റ്റ്, അതായത് CUET UG ത്രൂ നിങ്ങൾക്ക് കയറാൻ പറ്റുന്ന ഒരുവിധം എല്ലാ കോളേജസിനെയും തന്നെ ഒരു കോംപ്രിഹെൻസീവ് ലിസ്റ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, മാക്സിമം നമ്പർ ഓഫ് കോഴ്സസ് നിങ്ങൾ ഇതിനകത്ത് പേപ്പർ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോ എക്സ്ട്രാ പേപ്പറിന് നിങ്ങൾ ചെറിയ പൈസ അധികം കൊടുക്കേണ്ടി വരും. എന്നാൽ പോലും നിങ്ങൾ എല്ലാവരും തന്നെ 6 പേപ്പർ എഴുതുക എന്നുള്ളതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. ബട്ട് അറ്റ് ദി സെയിം ടൈം കോഴ്സസ് ആൻഡ് കോളേജ് നിങ്ങൾക്ക് ഏതൊക്കെ യൂണിവേഴ്സിറ്റി വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഐ ഹൈലി റെക്കമെൻഡ് നിങ്ങൾക്ക് താല്പര്യമുള്ള, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് BCom ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ BComൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പോകാൻ സാധ്യതയുള്ള എല്ലാ കോഴ്സസും എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ ഇല്ലാത്ത BCom അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് അത് ആഡ് ചെയ്യുമ്പോൾ തന്നെ ഏതൊക്കെ സബ്ജക്റ്റുകൾ വേണം അവിടെ ആ ഒരു കോഴ്സിന് അപ്പിയർ ചെയ്യണമെങ്കിൽ എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇംഗ്ലീഷ് പേപ്പറും ജനറൽ ടെസ്റ്റ് പേപ്പറും എഴുതാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ BA എഡ്യൂക്കേഷൻ എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. സോ അതാണ് അതിന്റെ മിനിമം ക്രൈറ്റീരിയ. ഇനി ഇതേ അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി എനിക്ക് ഒന്നുകൂടെ ആഡ് ചെയ്ത് അവിടുത്തെ ഒരു BSc കോഴ്സ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കോഴ്സ് എനിക്ക് ആഡ് ചെയ്യാം. ഞാൻ അവിടുത്തെ ഒരു BSc ജോഗ്രഫിയും കൂടി ഞാൻ ആഡ് ചെയ്യാണ്. സോ BSc ജോഗ്രഫി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചധികം പേപ്പറുകൾ അവിടെ എഴുതണം. കാരണം ഇംഗ്ലീഷും ജനറൽ പേപ്പർ അവിടെ മാൻഡേറ്ററി അല്ല, പക്ഷേ ഫിസിക്സ്, കെമിസ്ട്രി, പിന്നെ ബയോളജി ഓർ മാത്സ് ഇത്ര അധികം 4 പേപ്പറുകൾ മിനിമം എഴുതണം. അല്ലെങ്കിൽ 5 പേപ്പർ നിങ്ങൾ അവിടെ എഴുതേണ്ടി വരും. പക്ഷേ നിങ്ങൾ പേപ്പർ എഴുതുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കോഴ്സ് ആഡ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരാൻ പോകുന്നില്ല. അടുത്തത് യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹിയിൽ നമുക്ക് നോക്കാം. യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹിയിൽ എനിക്ക് BComന് പരിഗണിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ anyone from section 1. So section 1 എന്താണെന്ന് പറഞ്ഞാൽ section 1 ലാംഗ്വേജ് പേപ്പേഴ്സ് ആണ്. സോ section 1A എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പേപ്പർ ആണ്. ആൻഡ് section 1B എന്ന് പറയുന്നത് എനി ഓഫ് ദി ലാംഗ്വേജസ് ആണ്. അത് നിങ്ങൾക്ക് മലയാളം ഉൾപ്പെടെയുള്ള ഒരുപാട് ഹിന്ദി, അറബിക്ക് പോലെയുള്ള ഒരുപാട് ലാംഗ്വേജുകൾ അവൈലബിൾ ആണ്. സോ അതിൽ സെക്ഷൻ 1ൽ എന്തായാലും ഇംഗ്ലീഷ് നിങ്ങൾ എന്തായാലും ചൂസ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് എനി 3 ഫ്രം സെക്ഷൻ 2. സോ സെക്ഷൻ 2 എന്ന് പറയുന്നത് ഡൊമൈൻ പേപ്പേഴ്സ് ആണ്. സോ ഡൊമൈൻ പേപ്പേഴ്സിലുള്ള ഏതെങ്കിലും എനി 3 ആൻഡ് anyone from section 1 and anyone from section 2 plus section 3. സോ സെക്ഷൻ 3 എന്ന് പറയുന്നത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജനറൽ പേപ്പർ ആണ്. സോ ഇത് നോക്കുക, അതായത് ഈ പറയുന്ന CUET UGയുടെ നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് സെക്ഷൻ 1, എന്താണ് സെക്ഷൻ 2, എന്താണ് സെക്ഷൻ 3 എന്ന് വളരെ ക്ലിയർ ആയിട്ട് എന്നാൽ പറയുന്നുണ്ട്. സോ എന്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ 100 എണ്ണം ആഡ് ചെയ്യുകയാണെങ്കിൽ 100 എണ്ണം ആഡ് ചെയ്തു. പ്രത്യേകിച്ച് ഈ സെൻട്രൽ ഡൽഹി യൂണിവേഴ്സിറ്റി പോലെയുള്ള യൂണിവേഴ്സിറ്റികളിലുള്ള നിങ്ങൾക്ക് താല്പര്യമുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 മാസം കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്തേക്കാമെന്ന് തോന്നുന്ന എല്ലാ കോഴ്സസും നിങ്ങൾ ഇപ്പോൾ തന്നെ ആഡ് ചെയ്ത് വെക്കാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. സോ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി ഒന്നുകൂടെ എടുക്കട്ടെ. യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി ഞാൻ ഒന്നുകൂടെ എടുക്കുകയാണ്. അവരുടെ
BA പൊളിറ്റിക്കൽ സയൻസ് ഞാൻ ആഡ് ചെയ്യണം. സോ യൂഷ്വലി സ്റ്റുഡൻസ് ഇത്രയും ഡൈവേഴ്സ് ആയിട്ട് എടുക്കുന്നുണ്ടാവില്ല. ബികോം എടുക്കുന്ന ആൾക്കാർ ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ ബികോമിന് അപ്ലൈ ചെയ്യുന്നുണ്ടാവും. സോ അവർ എടുക്കേണ്ട ഈ ലിസ്റ്റ് ഓഫ് സബ്ജക്ട്സും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. സേ ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും സേ ഒരു മാത്തമാറ്റിക്സ് പേപ്പറും ഒക്കെ ആയിരിക്കും അവർ എടുക്കേണ്ടി വരിക, അല്ലെങ്കിൽ ബിസിനസ് അക്കൗണ്ടൻസിയോ അങ്ങനെ ഏതെങ്കിലും ഒരു പേപ്പർ ആയിരിക്കും നിങ്ങൾ എടുക്കേണ്ടി വരിക. ഇതെല്ലാം ആഡ് ചെയ്തതിനു ശേഷം നിങ്ങൾ അടുത്ത പേജിലോട്ട് പോവുക. ഇനിയാണ് ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ളത്. നിങ്ങൾ തൊട്ട് മുന്നേ ചൂസ് ചെയ്ത നിങ്ങളുടെ പേപ്പറുകളുടെ കോഴ്സസിന്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ പേപ്പറുകളാണോ മാൻഡേറ്ററി ആയിട്ടുള്ളത്. സോ മിക്കവാറും എല്ലാത്തിലും ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് 101 എന്ന് പറയുന്ന പേപ്പർ ഡെഫിനറ്റ്ലി മാൻഡേറ്ററി ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇപ്പം അക്കൗണ്ടൻസി ആൻഡ് ബുക്ക് കീപ്പിംഗ് ചിലപ്പോൾ ബികോമിന് മാൻഡേറ്ററി കണ്ടീഷൻ തൊട്ട് മുന്നത്തെ പേപ്പറിൽ പേജിൽ കാണുകയാണ്. അക്കൗണ്ടൻസി ഓർ ബുക്ക് കീപ്പിംഗ് അത് 301 എഴുതണമെന്നുണ്ടെങ്കിൽ ഇവിടെ അത് ആഡ് ചെയ്തതിനു ശേഷം മീഡിയം ഓഫ് ടെസ്റ്റ് പേപ്പർ അത് ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ലാംഗ്വേജസ് മലയാളം, ഹിന്ദി, ഉറുദുവിൽ അവൈലബിൾ ആണ്. സോ അത് ഏത് ലാംഗ്വേജ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂസ് ചെയ്യാം. സിമിലർലി ജനറൽ പേപ്പർ ആണെങ്കിൽ സോ ജനറൽ ടെസ്റ്റ് പലതും മാൻഡേറ്ററി ആണ്. സോ ജനറൽ ടെസ്റ്റ് ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷിൽ കൊടുക്കുക. പിന്നെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ ജർമ്മൻ നോക്കുന്നുണ്ടെങ്കിൽ ജർമ്മൻ കൊടുക്കുക. ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ചൂസ് ചെയ്തതിന് ശേഷം, അതായത് നിങ്ങളുടെ വേണ്ട കോഴ്സിന് നിങ്ങൾക്ക് വേണ്ട യൂണിവേഴ്സിറ്റികളിൽ അവർ മാൻഡേറ്ററി ആക്കുന്ന എല്ലാ പേപ്പറുകളും നിങ്ങൾ ചൂസ് ചെയ്താൽ നിങ്ങൾ നെക്സ്റ്റ് അടിച്ച് ലാസ്റ്റ് പേജിലോട്ട് പോവുക. സോ ലാസ്റ്റ് പേജിൽ എക്സാം സെന്റർ ഡീറ്റെയിൽസ് ആണുള്ളത്. സോ എക്സാം സെന്ററും വളരെ ജുഡീഷ്യസ് ആയിട്ട് മാത്രം കൊടുക്കുക. പല ആൾക്കാരും ഇപ്പം തൊട്ട് മുന്നത്തെ പല എൻട്രൻസസിനും അവർ ഇപ്പോൾ ഉള്ള സ്ഥലം കൊടുത്തു, പക്ഷേ പിന്നീട് അവർ വേറൊരു സ്ഥലത്തായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായി. സോ അങ്ങനെയുള്ളത് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി തന്നെ സ്ട്രാറ്റജിക് ആയിട്ട് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ പോകാൻ പറ്റുന്ന സെന്ററുകൾ തന്നെ കൊടുക്കുക. സെന്ററുകൾ ഒരുപാട് ദൂരെ കൊടുത്ത് ആകെ മൊത്തം ലാസ്റ്റ് മിനിറ്റ് ഒരു വേറൊരു സ്ഥലത്ത് പോകേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം ഒഴിവാക്കി അടുത്തടുത്തുള്ള സ്ഥലങ്ങൾ തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങളുടെ പ്രിഫറൻസ് ആണ് ഇവിടെ കൊടുക്കുന്നത്. സോ പ്രിഫറൻസ് നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സേവ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യണം. പിന്നെ അവസാനത്തേക്ക് നമുക്ക് ചൂസ് ചെയ്യാനുള്ളത് നമുക്ക് ഫോട്ടോസ് ചൂസ് ചെയ്യണം. സോ ഫോട്ടോസ് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് അല്ലെങ്കിൽ ഫോട്ടോസിന്റെ സൈസ് റിക്വയർമെന്റ് പറഞ്ഞിട്ടുണ്ട് 30 KB to 200 KB. ഇത് വാലിഡ് ആവാത്തത് ഇതിന്റെ സൈസ് കറക്റ്റ് അല്ല എന്നുള്ളതുകൊണ്ടാണ്. സിഗ്നേച്ചർ നമുക്ക് ഞാൻ ഇന്റർനെറ്റിൽ നിന്ന് റാൻഡം ആയിട്ട് എടുത്താണ്. സിഗ്നേച്ചർ നമുക്ക് നോക്കാം ഫിറ്റിംഗ് ആവുന്നുണ്ടോ. സിഗ്നേച്ചർ അവർ പറയുന്ന 5 to 30 KB ആണ്. ഫോട്ടോ 10 to 200 KB അല്ലാത്തതുകൊണ്ടാണ് അപ്ലോഡ് ആവുന്നത്. അതേപോലെ BPL സർട്ടിഫിക്കറ്റ് ബിലോ പോർട്ടി ലൈൻ ആയിട്ടുള്ളവർക്ക് അതിന് ഒരു കണ്ടീഷൻ പറയുന്നുണ്ട് 50 to 300 KB ആണ് പറയുന്നത്. സോ അതെല്ലാം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ ഫൈനൽ സബ്മിറ്റ് കൊടുക്കാൻ പറ്റും. ആൻഡ് അതിൽ മൊബൈൽ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ പേയ്മെന്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഈ ഒരു ഡീറ്റെയിൽസ് കൂടെ നിങ്ങൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ. സോ ഇത്ര തന്നെ ഉള്ളൂ ഈ ഒരു ആപ്ലിക്കേഷൻ പ്രോസസിനെ കുറിച്ച് പറയാൻ. എനിക്ക് ഒന്നുകൂടെ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, വളരെ ടൈം എടുത്ത് മാത്രം നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഇടുക. March 26 ആണ് ഡെഡ് ലൈൻ എന്റെ അറിവ് വെച്ചിട്ട്. അപ്പോൾ മാക്സിമം ജുഡീഷ്യസ് ആയിട്ട് നോക്കി നിങ്ങളുടെ യൂണിവേഴ്സിറ്റികളും കോഴ്സുകളും ചൂസ് ചെയ്യുക, പേപ്പറുകൾ ചൂസ് ചെയ്യുക, നിങ്ങളുടെ കാറ്റഗറി ചൂസ് ചെയ്യുക. നിങ്ങളുടെ പേരിലൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ലാസ്റ്റ് അഡ്മിറ്റ് കാർഡിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എല്ലാം ഉറപ്പ് വരുത്തി നിങ്ങൾ നിങ്ങളുടെ പേരൻസിനെ കൊണ്ടോ അല്ലെങ്കിൽ കസിൻസിനെ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ടീച്ചറിനെ കൊണ്ടോ മറ്റോ ഇതൊന്നും ഉറപ്പിച്ചതിന് ശേഷം വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ടു എവരിവൺ ഹു ഈസ് അപ്പിയറിംഗ് ഫോർ CUET UG എൻട്രൻസസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ത്യയിലെ ഏറ്റവും മികച്ച സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ കിട്ടി അടുത്ത വർഷം ജോയിൻ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.